ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ കണ്ണൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ 4:04 കേട്ടോ എണീറ്റത്. ചെറിയമ്മ കറക്റ്റ് 4 മണിക്ക് വിളിച്ചു. ഞാൻ എണീറ്റത് 4:04 കേട്ടോ. അപ്പോൾ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. അതേ അമ്മമ്മ താഴെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതേ എല്ലാം റെഡി ആയതിന് ശേഷം നോക്കുമ്പോൾ 4:30 ആകാറായി കേട്ടോ. ടൈം 4:35 ആകാറായി. അപ്പോൾ ഏട്ടനൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ആരെയും ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് ഞാൻ എന്താ പറയുക വോയിസ് ഒന്നും ഇട്ടില്ല, പിന്നീട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ശേഷം ഞാനിതാ വിളക്ക് കത്തിക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പൂജാമുറി ഒന്ന് തുറന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ പൂജാമുറി തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ പുഷ്പങ്ങളൊക്കെ വാടിക്കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ ഇപ്പോൾ കുറവാണ് കേട്ടോ. മറ്റേത് റോസാപ്പൂവൊക്കെ നിറയെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ മന്ദാരമാണ് കൂടുതലുണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ നല്ല കൂരിരുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ടപ്പോൾ ഇതേ താഴെ പൂ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വിഘ്നേശ്വരന് വെച്ച പൂ ഇതേ താഴെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇനിയിപ്പോൾ രാവിലെ അടിച്ച് കോരുക, പിന്നെ വെള്ളം തെളിക്കുക, അതൊക്കെ തന്നെയാണ് രാവിലത്തെ പണി കേട്ടോ. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ രാവിലെ ഇത്രയും നേരത്തെ എണീക്കുന്നത് എനിക്ക് തന്നെ ഒരു വലിയ കാര്യമായിട്ട് തോന്നുകയാണ് കേട്ടോ. സാധാരണ സൺഡേ ദിവസങ്ങളിലൊക്കെ ഞാൻ 7:30 ആവട്ടെ എണീക്കാൻ. പിന്നെ നമ്മുടെ പണികളൊക്കെ വേഗം നമുക്ക് തീരണം എന്നുണ്ടെങ്കിൽ നേരത്തെ എണീറ്റാൽ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ അതേപോലെ തലേ ദിവസം രാത്രി തന്നെ നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകി കമിഴ്ത്തി വെക്കുക. അപ്പോൾ വെള്ളമൊക്കെ തോർന്ന് കിട്ടും. പിന്നെ അടുക്കള ഇതുപോലെ എന്താ പറയുക നല്ല ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞ് പറഞ്ഞ് രാവിലെ നീറ്റ് നമ്മൾ അടുക്കളയ്ക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടും കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഈ രാവിലെ ഈ പാത്രമൊക്കെ ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ തന്നെ ദേഷ്യത്തിലായിരിക്കും നമ്മളത് കഴുകുക കേട്ടോ. ഞാൻ അങ്ങനെയാണ് ദേഷ്യത്തിലൊക്കെ തന്നെ കഴുകുക കേട്ടോ, പാത്രം രാവിലെയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ രാത്രി തന്നെ അതൊക്കെ ചെയ്ത് വെച്ച് പറഞ്ഞാൽ രാവിലെ നമുക്ക് പണി ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. എന്താ വെച്ചാൽ സ്ലോയിൽ നമുക്ക് പതുക്കെ ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ തലേ ദിവസം ഞാൻ തുടച്ചിടും. എന്താ വെച്ചാൽ ചൊവ്വയും വെള്ളിയും തുടയ്ക്കലില്ല. അപ്പോൾ തലേ ദിവസമാണ് തുടയ്ക്കൽ. അപ്പോൾ ഇന്നലെ ഞാൻ തുടച്ചിട്ട് എന്താ വെച്ചാൽ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ ഉള്ളിൽ വിളക്ക് കൊളുത്തണ്ടേന്ന് വിചാരിച്ചിട്ട് തലേ ദിവസം തന്നെ തുടച്ചിട്ടു കേട്ടോ. പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അടിച്ചു വരിക മാത്രം മതിയല്ലോ. എന്താ വെച്ചാൽ വെറുതെ എണീറ്റ് നമ്മൾ 6 മണിക്ക് വിളക്ക് കൊളുത്താനല്ലല്ലോ എണീക്കുന്നത്. അപ്പോൾ ആ ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ ആ സമയത്ത് തന്നെ നമുക്ക് വിളക്ക് കൊളുത്തണം. ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4:15 ടു 5:15 കേട്ടോ കറക്റ്റ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ അറിവിൽ അങ്ങനെയാണ്. അപ്പോൾ ഇതേ രാവിലെ നമ്മളിതേ എണീറ്റ് പിന്നെ ഇതേ മുറ്റം അടിച്ചോരാൻ മാത്രം എന്താ പറയുക ചപ്പ് ചവറുകളൊന്നും ഉണ്ടാവാറില്ല. ഇവൻ കഴിച്ച ഈ മിഠായിൻ്റെയും ഒക്കെ ചെറിയ കവറുകളൊക്കെ തന്നെ ഉണ്ടാവാറുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് അടിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ അടിച്ചു കോരും. എന്താ ഇൻ്റർലോക്ക് ആയാലും അടിച്ചു കോരണം, അടിച്ചു കോരാണ്ടിരിക്കാനൊന്നും പറ്റില്ല, വീടല്ലേ. അപ്പോൾ അതിന് ശേഷം ഞാനിതേ കോലിടുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അത്രമാത്രം കോലത്തിന് എക്സ്പേർട്ടൊന്നുമല്ല, എന്നാലും എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാനിങ്ങനെ കോലിടും കേട്ടോ. അതേപോലെ ഫ്രീ ടൈമിലൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ചെറിയ കോലങ്ങളൊക്കെ പുള്ളിക്കോലങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു വെക്കും കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനിതേ വിളക്ക് കൊളുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതേ ഭഗവാന് വേണ്ട തീർത്ഥത്തിന് ഇതേ വെള്ളം മാറ്റണം, അതേപോലെ തന്നെ നേദ്യം വെക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ശർക്കരയും അതേപോലെ തന്നെ അവിലാണ് കേട്ടോ നേദ്യമായിട്ട് വെക്കുന്നത്. അപ്പോൾ അത് മാറ്റിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലൈറ്റ് ഇട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ അമ്മമ്മ കിടക്കണേയും കൊണ്ട് ലൈറ്റ് ഇടാണ്ടിരുന്നതാണ്. അപ്പോൾ അമ്മമ്മ പറഞ്ഞു നീ ലൈറ്റ് ഇട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അമ്മമ്മ ഞാൻ അപ്പം എണീക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ കിടക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നേദ്യമൊക്കെ മാറ്റിയതിന് ശേഷം നെയ്വിളക്ക് തന്നെയാണ് കേട്ടോ കത്തിക്കുന്നത്. നെയ്വിളക്ക് കത്തിക്കുന്നത് വീട്ടിന് സകല ഐശ്വര്യങ്ങൾ ഉണ്ടാവുന്നതാണ് കേട്ടോ പറയുന്നത്. നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നെയ്വിളക്ക് വെക്കാറില്ലേ, അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും വീട്ടിൽ നെയ്വിളക്ക് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആവുന്നതും നമ്മളെ കൊണ്ട് കഴിയുകയാണെങ്കിൽ നെയ്വിളക്ക് വെക്കുക. ദിവസം വെക്കാൻ പറ്റാത്തവരാണെങ്കിൽ ചൊവ്വയും വെള്ളിയെങ്കിലും നെയ്വിളക്ക് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നെയ്വിളക്ക് തന്നെയാണ് കത്തിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മളിത് സാമ്പ്രാണി എന്താ വെച്ചാൽ അടുപ്പ് കത്തിക്കാത്തതും കൊണ്ട് ഇതുപോലത്തെ സാമ്പ്രാണിയാണ് കേട്ടോ കത്തിക്കുക. ഇല്ലെങ്കിൽ അച്ഛനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കുന്തരിക്കൊക്കെ വാങ്ങി വീട്ടിൽ എങ്ങനെയെങ്കിലൊക്കെ ചിരട്ടിയിട്ട് പോച്ച അച്ഛൻ എപ്പോഴും രാവിലെയും വൈകുന്നേരം ഇത് പുകയ്ക്കണം എന്നൊക്കെ നിർബന്ധം പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ സാമ്പ്രാണി പോലത്തെ ഒരു സംഭവമാണ് ഞാൻ വാങ്ങി കത്തിക്കൽ. നല്ല മണം ഉണ്ടാവും കേട്ടോ. അതേപോലെ തന്നെ നല്ല പുകയും ഉണ്ടാവും. റൂം ഫുള്ളും നമുക്ക് ആവും കേട്ടോ. എന്താ വെച്ചാൽ സാമ്പ്രാണിയുടെ എല്ലാ വീട്ടിൻ്റെ ഉള്ളിലേക്ക് മൊത്തം ആ ഒരു സാമ്പ്രാണിയും മതി കേട്ടോ. അതിന് ശേഷം ഞാൻ കുങ്കുമം തൊട്ടുണ്ടായിരുന്നു. അപ്പോൾ ചന്ദനം കൂടി തൊട്ടേന്ന് വേണ്ടിയിരുന്നു. അതിന് ശേഷം കുറച്ച് നേരം ഞാൻ പാട്ട് കേട്ടിട്ടിരിക്കാമെന്ന് വിചാരിച്ചിട്ട്
ഞാൻ ടി വി ഇട്ടതും തിരുപ്പതി ഭഗവാന്റെ പാട്ടാണ് വന്നത്. അപ്പം ഞാൻ കുറച്ച് നേരം അതിരുന്ന് കണ്ടു കേട്ടോ. പിന്നെ ഈ കുറച്ച് നേരം ഇരുന്നപ്പോൾ നേരം വെളുക്കാറായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് സ്കന്ദഷഷ്ഠി കവചം ഒന്ന് വായിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് സ്കന്ദഷഷ്ഠി കവചം ഞാൻ വായിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബുക്ക് ഞാൻ കുറച്ചായിട്ടാണ് വാങ്ങിയത്. പക്ഷേ ഈ പാട്ട് എനിക്ക് കുറച്ച് അറിയാട്ടോ. പിന്നെ രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞ് പറഞ്ഞാൽ റിലാക്സ് ആയിട്ട് എല്ലാ വർക്കും നടക്കും. നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം. നമുക്ക് ടൈം നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുന്ന പോലെ തോന്നും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഇതേപോലെ രാവിലെ ഒന്ന് എണീറ്റ് 4 മണിക്കൊക്കെ എണീറ്റ് ഇതുപോലെ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെക്കുകയാണെങ്കിൽ വീട്ടിന് സകല ഐശ്വര്യങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ കഷ്ടങ്ങളോ കടങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ 48 ദിവസമൊക്കെ നമ്മൾ ഇതേപോലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ സാധിക്കുന്നതാണ് പറയണത്. അതേപോലെ നമ്മൾ സ്കന്ദഷഷ്ഠി കേൾക്കുന്നതും വായിക്കുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ബുക്ക് ഒരു 15 രൂപയുള്ളൂ. ഞാൻ കുറച്ചായിട്ടുള്ളൂ വാങ്ങിയിട്ട്. പക്ഷേ ഈ പാട്ട് എനിക്ക് കുറച്ച് കാണാണ്ടൊക്കെ അറിയാം കേട്ടോ. രാവിലെയും വൈകുന്നേരമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് രാവിലെ എന്താ പറയുക ചായ ഇട്ടുണ്ട്. അമ്മയ്ക്കും അവർക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ കുളിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഏട്ടനും ചായ ഇട്ടിട്ട് കുടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഏട്ടനും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഏട്ടൻ്റെ അടുത്ത് നിന്ന് 3ാമത്തെ ദിവസമാണ് ഏട്ടാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏട്ടൻ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ എനിക്ക് റിപ്ലൈ തന്നത്. അപ്പോൾ അതിലൊരു സന്തോഷം. എന്നെപ്പോലെ ചേഞ്ച് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ചേഞ്ച് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ഇട്ടിരുന്നത്. ബൈ.